ശുദ്ധമായ ചിന്തകൾ നമ്മളിലുണ്ടാകുമ്പോൾ, നമ്മുടെ വാക്കുകൾ ശുദ്ധമാകുമ്പോൾ, നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമാകുമ്പോൾ, അവിടെ നിഷേധ ചിന്തകൾക്ക് കടന്നു വരാൻ കഴിയില്ല. കണ്ണുകൊണ്ട് നമ്മൾ നല്ലത് കാണുമ്പോൾ, കാതുകൊണ്ട് നല്ലത് കേൾക്കുമ്പോൾ, നാവ് കൊണ്ട് നല്ലത് പറയുമ്പോൾ, നല്ലതിനെ നമ്മൾ രുചിക്കുമ്പോൾ, അപ്പോഴും നിഷേധ ചിന്തകൾക്ക് കടന്നു വരാൻ കഴിയില്ല. നിഷേധ ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ പരിശീലനം ശരിയായ രീതിയിൽ അല്ല എന്ന് മനസ്സിലാക്കണം. എന്ത് വില കൊടുത്തും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. മനസ്സെന്ന് പറഞ്ഞാൽ സമുദ്രത്തെക്കാളും ആഴവും വിശാലവും ഉണ്ടോ. അതിൻ്റെ അടിത്തട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടോ. അതെന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. ചിന്തകൾക്കും വികാരങ്ങൾക്കും പ്രവൃത്തികൾക്കും അത് ആണ് കാരണം. അപ്പം അതിനെ നമ്മൾ ചോദ്യം ചെയ്യാതെ, അതിനെ എതിർക്കാതെ, ആ നിഷേധ ചിന്തകൾ വരുമ്പോൾ അതിനെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. അതിനെ കടന്നു പോകാൻ അനുവദിക്കുക. ആ അനുവദിക്കലാണ് നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പം നമ്മുടെ മനസ്സിന് ശാന്തമാക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ മാത്രമാണ് നിഷേധ ചിന്തകൾക്ക് ശക്തി പ്രാപിക്കാൻ കഴിയാത്തത്. അവിടെ ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ